ഷുവർ നിങ്ങളുടെ പ്രശസ്തമായ ജോയൽ. ജോയലിനെ പറ്റി പറയാൻ ഇന്നലെ ഇന്നൊക്കെ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് അവൻ എങ്ങനെയുള്ളൊരു മകനായിരുന്നു, ആ മകനെ വളർത്താനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. എങ്കിലും ദൈവം എന്നെ തിരഞ്ഞെടുത്തു തന്നു. ദൈവത്തിന് നന്ദി. ദൈവം തിരിച്ചെടുത്തു, അതിന് ദൈവത്തിന് നന്ദി. ഓക്കെ. ജോയൽ 1998 ഒക്ടോബർ 3 സൗദി അറേബ്യയിലെ ദമാം എന്ന സ്ഥലത്ത് ജനിച്ചു. ഞാൻ അന്ന് ഹോസ്റ്റലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് അവനെ 10 മാസം വളർത്തി ഹോസ്റ്റലിൽ താമസിച്ചു. ഈ സമയം ഞാൻ പ്രത്യേകം ഷൈലിയെയും സാരിക്കുട്ടി ചേച്ചിയാണ് അവൻ 28 ദിവസം കുളിപ്പിച്ച് എനിക്ക് തന്നത്. മേരിക്കുട്ടിയെയും പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ എൻ്റെ ബാക്കി എല്ലാ കൂട്ടുകാരെയും, അവരുടെ എല്ലാം ജോച്ചുക്കുട്ടനായിരുന്നു. ജോച്ചുക്കുട്ടാണ് അവരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ 10 മാസം ഞങ്ങളുടെ കൂടെ താമസിച്ചു. പിന്നീട് ഞാൻ അവനെ നാട്ടിൽ കൊണ്ടുപോയാക്കി. അതിനുശേഷം 6 വയസ്സ് വരെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജോപ്പായുടെയും അപ്പക്കുട്ടനായി അവൻ കൂടുതൽ വീട്ടിൽ വളർന്നു. വളരെ കുഞ്ഞിലെ തന്നെ അവൻ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനാ ജീവിതത്തോട് ചേർന്ന് നിന്ന് ഈശോയെ സ്നേഹിച്ചു വളർന്നു. അവൻ എല്ലാവരെയും സ്നേഹിക്കാനും അവൻ സ്നേഹിച്ചവരെ ഒരിക്കലും അവൻ മറക്കുകയില്ലായിരുന്നു. അവനെ നേഴ്സറിയിൽ കിൻഡർ ഗാർഡനിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ പഠിപ്പിച്ച ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ഹെലൻ. വിസിറ്റേഷൻ കോൺവെന്റിലാണ്. അവൻ അവിടെ ആ സിസ്റ്ററിനെ അന്ന് നേഴ്സറി പഠിപ്പിച്ചതാണെങ്കിൽ പോലും അവൻ ഇന്നും ആ സിസ്റ്ററുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അവന് കഴിഞ്ഞ ജനുവരിയിൽ 20 ജനുവരിയിൽ നാട്ടിൽ പോയ സമയത്ത് ആ സിസ്റ്ററിനെ വിളിക്കുകയും, ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല, അവൻ തന്നെ സിസ്റ്ററിനെ വിളിച്ചു. സിസ്റ്റർ വീട്ടിൽ വന്നു. അവനുമായിട്ട് ഒത്തിരി നേരം വർത്തമാനം പറയുകയും ചെയ്യും. അവൻ തന്നെ ഡ്രൈവ് ചെയ്ത് സിസ്റ്ററിനെ ഏറ്റുമാനൂർ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി കയറ്റി വിടുകയും ചെയ്ത് പറഞ്ഞ സിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. മീൻസ് ഞാനിത് പറയുന്നത് അവൻ അത്രമാത്രം നേഴ്സറിയിൽ അവന് 4 വയസ്സുള്ളപ്പം പഠിപ്പിച്ച സിസ്റ്ററാണ്. ആ സിസ്റ്ററിനെ ഇവന് ഇന്നും അവൻ ആ സിസ്റ്ററിനെ ഓർക്കുന്നുണ്ട്. ആ സിസ്റ്ററിനെ വിളിക്കുകയും സിസ്റ്ററിനെ അന്വേഷിക്കുകയും സിസ്റ്ററിന് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ അവൻ ഒത്തിരി അവനെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സിസ്റ്ററിനെ ഓർക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സിസ്റ്റർ അവനെ കുഞ്ഞിപ്പാലും എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ലാസ്റ്റ് ടൈമിൽ ഞാൻ സിസ്റ്ററിനെ കണ്ടപ്പോൾ ഞാൻ സിസ്റ്ററിന് പറഞ്ഞു, സിസ്റ്റർ ഇത് കുഞ്ഞിപ്പാലും ഒന്നല്ല, സിസ്റ്ററിന് കുഞ്ഞിപ്പാലും വലിയപാലും ആയിപ്പോയി. അന്ന് സിസ്റ്റർ പറഞ്ഞു, എത്ര വലുതായാലും പിന്നെ എൻ്റെ മനസ്സിൽ എന്നും കുഞ്ഞിപ്പാലുമായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ എന്ന്. പിന്നീട് 2003 ഞങ്ങൾ കുടുംബസമേതം ലണ്ടനിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയും അവിടെ വെച്ച് ഞങ്ങളുടെ ആത്മീയ ജീവിതം കൂടുതൽ ആഴപ്പെടുകയും ചെയ്തു. അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയൽ സജീവ സാന്നിധ്യം വഹിച്ചിരുന്നു. അവിടെ വെച്ചാണ് പ്രശസ്ത സുശേഷ പ്രകാശനായ ഡോക്ടർ ജോൺ ദാസും അദ്ദേഹത്തിന്റെ സഹോദരൻ ജോസഫ് ദാസുമായിട്ടുള്ള ആത്മീയ ബന്ധം അവന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിരുന്നു. ഡോക്ടർ ജോണിന്റെ ജീവിതം അവനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 7 വയസ്സുള്ളപ്പോൾ ഡോക്ടർ ജോണുമായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. ആ ഒരു ബന്ധം അവൻ ഇന്നും നിലനിർത്തി പോന്നിരുന്നു. പിന്നീട് 2007 ഞങ്ങൾ കുടുംബസമേതം അമേരിക്കയിലേക്ക് സ്ഥിരതാമസമാക്കി. അമേരിക്കയിലെ ജീവിത ശാലോം ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ ശാലോമിന്റെ എല്ലാ ഇയർലി റിട്രീറ്റും വിക്ടറി റിട്രീറ്റൊക്കെ വന്ന സമയങ്ങളിൽ നിന്നും പങ്കെടുക്കുമായിരുന്നു. അന്നൊക്കെ കുഞ്ഞിതായിരുന്നു. ആ ജീവിത ശാലോം ശുശ്രൂഷ വളർന്ന ജോയൽ പിന്നീട് സെഹിയോൻ യൂത്ത് മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി തീർന്നു. സെഹിയോൻ യൂത്ത് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ജോയൽ സേവ്യർഖാൻ വട്ടായച്ചന്റെയും ഐനീഷ് ആന്റിയുടെയും ആത്മീയ നേതൃത്വത്തിൽ ഈശോയെ കൂടുതൽ അറിയുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അവന് വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അനീഷ് ആന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രസവിക്കാത്ത ഒരമ്മ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത്രയ്ക്കും ആന്റീനെ സ്നേഹിച്ചിരുന്നു. ആന്റി എന്ന് പറഞ്ഞാൽ അവൻ മുഴുവൻ പറയില്ലായിരുന്നു. അവൻ ഏത് ശുശ്രൂഷയിലായിരുന്നാലും അവൻ എപ്പോഴും ഒരു ചെയിൻ ഓഫ് കമാൻഡ് അവൻ ഫോളോ ചെയ്തിരുന്നു. എപ്പോഴും ആന്റിയോട് ചോദിക്കാതെ അല്ലെങ്കിൽ വട്ടായച്ചനോട് ചോദിക്കാതെ ഒരു ശുശ്രൂഷയ്ക്ക് പോവുകയോ ഒന്നിലും പങ്കെടുത്തില്ല. അവൻ്റെതായ ഒരു തീരുമാനമില്ലായിരുന്നു. അവൻ എല്ലാം ആന്റിയോട് ചോദിച്ചിട്ട് ആന്റി വട്ടായച്ചനോട് ചോദിച്ച് അങ്ങനെ പോയിരുന്നു. അതുപോലെ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകാനുണ്ടെങ്കിൽ സജീച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് സജീച്ചനോട് പറഞ്ഞ സജീച്ചൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ സജീച്ചനെ വിളിച്ചാൽ കിട്ടിയിരിക്കും സജീച്ചനോട് ടെക്സ്റ്റ് ചെയ്യുമായിരുന്നു, ഐ ആം ഗോയിങ് ഫോർ ദിസ് റിട്രീറ്റ്, പ്ലീസ് ബ്ലെസ് മീ എന്ന്.
അത്രയും ഒരു ഒബീഡിയന്റോ അനുസരണമോ ഉള്ള ഒരു കുഞ്ഞായിരുന്നു. അത് എല്ലാറ്റിനും ഉപരി ഈശോയെ സ്നേഹിച്ചിരുന്ന ജോയൽ ആ സ്നേഹം തന്റെ കുടുംബമായും ഇടവകയുമായും കൂട്ടുകാരുമായും പങ്കുവയ്ക്കാൻ അവന് സാധിച്ചിരുന്നു. അതിനായിട്ട് അവൻ സമയം കണ്ടെത്തിയിരുന്നു. താൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർ മനസ്സിലാക്കുവാനും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും അവൻ ശ്രമിച്ചിരുന്നു. വിശുദ്ധ കുർബാനയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ജോയൽ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുകയോ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല. അവന് ഏതെങ്കിലും സമയത്ത് ഒന്നെങ്കിൽ രാവിലെ 7:30 കുർബാനയ്ക്ക് അവന് സെന്റ് ലോറൻസിൽ പോകും, അതല്ലെങ്കിൽ 9 കുർബാനയ്ക്ക് CNI പോകും. അതിനും പറ്റിയില്ല എങ്കിൽ 12 മണിക്കത്തെ സെന്റ് ലോറൻസിലെ കുർബാനയ്ക്ക് പോകും. ഇനി അതിനും പറ്റിയില്ല എങ്കിൽ CNIയുടെ വൈകുന്നേരത്തെ ഏതെങ്കിലും ഒരു കുർബാനയ്ക്ക് അവൻ എവിടെയെങ്കിലും പോയിരിക്കും. അത് ആരും പറയുകയോ അവനോട് ചോദിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ കുമ്പസാരിക്കുന്ന പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും അവൻ കുമ്പസാരിച്ചിരുന്നു. ആഴ്ചയിൽ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് വെള്ളിയാഴ്ച അവൻ സെന്റ് ലോറൻസിൽ പോയി കുമ്പസാരിച്ച് ഫാദർ ജെയ്സൺ ആണ് അവനെ അവസാനത്തെ കുമ്പസാരിപ്പിച്ചത്. അങ്ങനെ അവൻ വളരെ ഒരുക്കത്തോടെയാണ് ഈശോയുടെ അടുത്തിലേക്ക് പോയിരിക്കുന്നത്. അതും ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോകുക തന്നെയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവൻ ആരാധനയ്ക്കും വചനവായനയ്ക്കും പ്രാർത്ഥനയ്ക്കും എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കുന്ന സമയമുണ്ട്. ആ സമയം ഞങ്ങൾ എല്ലാവരും ബൈബിൾ വായിക്കും. ആദ്യം ജോഷുവായായിരിക്കും വായിക്കുന്നത്, അതിനുശേഷം ജെറിൻ വായിക്കും. ഞാൻ ജോഷുവായി ജെറിനും വായിച്ചു കഴിഞ്ഞിട്ട് ഇവന് കൊച്ചിലെ ഉള്ള ഒരു സ്വഭാവമായിരുന്നു. അവന് ഉമ്മ തരുന്നത് 2 തൊഴിലും ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നെറ്റിയിലൊരു മുട്ടും. അത് കൊച്ചിലെ ജോപ്പായുടെ അടുത്തുനിന്ന് പഠിച്ചതാണ്. അത് അവന് ശനിയാഴ്ച രാവിലെ അവിടോട്ട് പോകുന്ന സമയത്തും അവസാനം അത് തന്നിട്ടാണ് പോയത്. ഒരിക്കലും അവൻ എത്ര പ്രായമായാലും എവിടെ പോയാലും അത് എന്നും തന്നിരുന്നു. ഞങ്ങളുടെ അടുത്തില്ല എങ്കിലും ഒരു ശുശ്രൂഷയിലാണെങ്കിൽ പോലും അവൻ ഫോൺ വിളിച്ച് ഉമ്മ ഉമ്മ മുട്ടെന്ന് പറഞ്ഞിട്ടേ അവൻ കിടക്കുമായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഈ ബൈബിൾ എന്തെങ്കിലും വായിക്കാണ്ട് പോണേ എന്ന് നോക്കിയപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ അവനോട് പറയാനല്ല ഇരിക്കിടാന്ന്. അപ്പോൾ അവൻ എന്തെങ്കിലും പ്രാർത്ഥനയുണ്ട് പ്രയർ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ് പോകും. പക്ഷേ പലപ്പോഴും ഞാൻ ഇവൻ്റെ മുറി തുറന്ന് നോക്കുമ്പോൾ മുട്ടയെ കുത്തി കൈ വിരിച്ചു പിടിച്ച് ബൈബിൾ വായിക്കുന്നതും ബൈബിൾ എഴുതുന്നതും ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ അവനെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ വിളിക്കാറില്ല. കാരണം ഇവൻ എപ്പോഴും ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയിലൂടെയാണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ഇവൻ്റെ മുമ്പിൽ കൈ കൂപ്പണമെന്ന്. കാരണം ഇവൻ ജീവിക്കുന്നത് വരെ ആർക്ക് ജീവിക്കാൻ സാധിക്കും? അത്രയ്ക്കും ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായിരുന്നു അവന്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അവൻ്റെ ദാഹം എന്തുമാത്രമായിരുന്നെന്ന് എനിക്ക് അറിയില്ല എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹം വളരെ അധികമായിരുന്നു, എസ്പെഷ്യലി ഫോർ ദ യൂത്ത്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി യൂത്തുകൾ നിങ്ങളൊക്കെ ഓർക്കും. നിങ്ങളെയൊക്കെ പ്രതി അവനെന്നും വളരെ വേദനയായിരുന്നു. എന്തുകൊണ്ട് ഇവരൊന്നും ഈശോയെ അറിയുന്നില്ല, ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഈശോയെ മനസ്സിലാക്കുന്നില്ല എന്ന്. അത് അവൻ്റെ വളരെ വേദനയാണ്. അത് അവസാനവും അവൻ ആ വേദനയോടെയാണ് പോയത്. പക്ഷേ അവസാനം അവൻ യാത്രയായി ആ കാറിൽ വെച്ച് അവൻ്റെ ആഗ്രഹം എനിക്ക് തോന്നുന്നു അവൻ്റെ ഫ്രണ്ട്സിനോട് പങ്കിടുകയും എക്സോഡസ് 90 എന്നൊരു പ്രയർ ഉണ്ട്. ഞാനത് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ല. ആ പിള്ളേരോട് അത് പറഞ്ഞു. എനിക്കും വളരെ കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ അതിൻ്റെ ഒരു ആപ്പുണ്ട്, ഗൂഗിൾ അടിച്ചു നോക്കി അറിയാം എക്സോഡസ് 90 എന്താണെന്ന്. അത് യങ് മാൻ എങ്ങനെയാണ് ഹോളി ലൈഫിലോട്ട് ലീഡ് ചെയ്യേണ്ടതെന്നൊരു പ്രിപ്പറേഷനാണ്. ആ ഒരു 90 ദിവസത്തെ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും അതിന് ഒരുക്കവുമാണ്. ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എക്സോഡസ് 90 അതാണ് അവനവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് 2 പേരെ കൊണ്ട് അവൻ കമ്മിറ്റ്മെൻറ്റ് എടുപ്പിച്ചിരുന്നു. അത് ഓസ്റ്റിൻ അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനൊരു വലിയ വിദ്യാർത്ഥിയാണ്. അവരെ ഗൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു തീവ്രമായ ആഗ്രഹം, അവൻ അതിനു വേണ്ടി ജീവിച്ചു. അവൻ അവസാനം അതിനു വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നേടാനുള്ള അവൻ്റെ ആഗ്രഹം, യുവജനങ്ങളോടുള്ള അവൻ്റെ സ്നേഹം, അവനോട് കിടക്കുമ്പോൾ നമുക്കത് മാത്രമേ അവന് വേണ്ടി ചെയ്യാനുള്ളൂ. അവർക്ക് വേണ്ടി അവൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. വചനം വായിക്കുന്നതിനോടും വചനം പഠിക്കുന്നതിനോടും ഒപ്പം അവൻ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതാണ്, അവന്
ഞാൻ പറഞ്ഞത് രാത്രിയിൽ ആരാധനയ്ക്ക് പോകുമായിരുന്നു. പലപ്പോഴും പല രാത്രികളിലും പാതിരാത്രിയിൽ എത്ര സമയമില്ലെങ്കിലും അവൻ അതിന് സമയം കണ്ടെത്തിയിരുന്നു. വീട്ടിൽ അവൻ്റെ ബെഡ് എപ്പോഴും ടൈഡി ആയിട്ട് കിടക്കും. പക്ഷെ അവൻ കിടന്ന് ഉറങ്ങിയിരുന്നത് നിലത്താണ്. നിലത്തൊരു ഷീറ്റ് പോലും അവൻ വിരിക്കാറില്ല. അവനിടയ്ക്ക് നടുവിന് വേദന പറയുമ്പോൾ ഞാൻ എൻ്റെ മോനെ കൊച്ചു ഇങ്ങനെ നിലത്ത് കിടക്കാതെ അതൊരു ഷീറ്റെങ്കിലും വെച്ചിട്ട് കിടക്കുക, അതുകൊണ്ടല്ല കൊച്ചു നടുവിന് വേദന എടുക്കണമെന്ന് പറയും. പക്ഷെ അവൻ ഒരിക്കലും അവൻ നിലത്താണ് കിടക്കുന്നതെന്നോ അതൊന്നും ഒരിക്കലും പറഞ്ഞു. പക്ഷെ ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇവരുടെ റൂമിൽ കൂടെ ചെല്ലുമ്പോൾ അവൻ ഇങ്ങനെ നിലത്ത് പലപ്പോഴും കിടക്കാറുള്ളത്. അപ്പോൾ ജോഷുവ പറയും, ഞാനിന്ന് ചേട്ടൻ്റെ കൂടെ കിടക്കുന്നില്ല, ഈ സ്ലീപ്പിംഗ് ഓൺ ദി ഫ്ലോർ, ഐ കനോട്ട് സ്ലീപ്പ് ദെയർ എന്ന് പറഞ്ഞ് അവൻ ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കുമായിരുന്നു. അതുപോലെ ജോയൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാനും ബന്ധങ്ങൾ നിലനിർത്താനും കുടുംബ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കുവാനും എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. എത്ര തിരക്കാണെങ്കിലും അവൻ എല്ലാ ദിവസവും ഗ്രാൻഡ് പേരൻസിനെ വിളിച്ചിരുന്നു. അത് ഒത്തിരി ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്. ഇവൻ എങ്ങനെ ഇതുപോലെ എൻ്റെ പേരൻസിനെയും കൂടുതലത്തെ പപ്പായും മമ്മിയും സ്നേഹിക്കാൻ പറ്റിയിരുന്നെന്ന്. എത്ര തിരക്കാണെങ്കിലും ഒരിക്കലും അവൻ അവരെ വിളിക്കാണ്ട് കിടക്കില്ല. ഒരിക്കലും അവരെ വിളിച്ച് ക്ഷേമം അന്വേഷിക്കുമായിരുന്നു. അവരൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒരു 0.1% പോലും എനിക്ക് ഇവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ പേരൻസിനെ എന്ന്. ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ 6 മാസം നിന്നെങ്കിൽ 6 മാസം അവൻ അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ കട്ടിലേക്കലാണ് അവൻ കിടത്തി ഉറക്കിയിരുന്നത്. ഇനി എൻ്റെ കൂടെ ഞാൻ അമ്മ കിടക്കുവാണെങ്കിൽ അവൻ കുഞ്ഞുപിള്ളേരെ എടുക്കുന്ന പോലെ എടുത്ത് അവൻ്റെ പഠിത്തം കഴിഞ്ഞാൽ കിടക്കാൻ പോകുമ്പോൾ അമ്മയെ എടുത്തുകൊണ്ട് അവൻ്റെ കൂട്ടത്തിൽ കൊണ്ടേ കിടക്കും. അമ്മയ്ക്ക് ആവശ്യമുള്ള എല്ലാം എടുത്തു കൊടുക്കും. അമ്മേനെ സാരി ഉടുപ്പിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അമ്മയുടെ തലയിൽ അമ്മ എപ്പോഴും ഞാനിപ്പോഴും ഓർക്കുന്നത് അമ്മയുടെ തലയിൽ അമ്മ എണ്ണ വെച്ചാൽ കിടക്കുള്ളൂ. അപ്പോൾ ആ എണ്ണ കാറിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു അമ്മയുടെ തലയിൽ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഒരു അമ്മ എണ്ണ എല്ലാം കൂടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് എപ്പോഴും മണമാണെന്ന് പറഞ്ഞു ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ. പക്ഷേ ഇവൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അവസാനം അമ്മ തിരിച്ച് നാട്ടിലോട്ട് ഫ്ലൈറ്റ് കയറി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് അവൻ്റെ പില്ലോ കവർ എടുത്തുകൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഇതൊന്ന് സോപ്പ് നല്ലപോലെ സോപ്പ് വെള്ളം ഇട്ടെന്ന് അലക്കണം എന്ന് അത്രേ പറഞ്ഞു. അലക്കണം എന്ന് പറഞ്ഞു. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ആ തലയിലേക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു മണമായിരുന്നു എണ്ണ കാറിയതിൻ്റെ. എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാൻ അമ്മേനെ വഴക്ക് പറഞ്ഞിട്ട് ഇവൻ ഒരു ദിവസം പോലും അതിനെ പറ്റിയോ അതിനൊരു നെഗറ്റീവായിട്ടോ അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇത്രയ്ക്കും അവന് സ്നേഹമായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ 81 വയസ്സ് അമ്മ വീട്ടിലുണ്ട്. ഈ 81 വയസ്സുള്ള അമ്മയ്ക്ക് അമ്മയുടെ ജീവിതത്തിൽ കിട്ടാത്ത സ്നേഹം മുഴുവനും ഇവന് 6 മാസം കൊണ്ട് കൊടുത്തു എന്ന് ഞാൻ ഈ മുമ്പ് ഇപ്പോൾ ഇവൻ്റെ മുമ്പ് വെച്ച് പറയുന്നത് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ പപ്പായും മമ്മിയും കൂടെടുത്ത് പപ്പായും മമ്മിയും അവൻ അതുപോലെ സ്നേഹിച്ചു. അവരുടെ കൂടെ നിൽക്കാനുള്ള കൊതി കൊണ്ടാണ് അവൻ കഴിഞ്ഞ വർഷം ജോലി കിട്ടുന്നതിന് മുമ്പ് 1 മാസം അവൻ നാട്ടിൽ പോയി പപ്പായനെയും മമ്മീനെയും പോകേണ്ടടുത്തോടെ എല്ലാം കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ നിന്ന് ആരും പറയണ്ട. അവൻ 2 ദിവസം എൻ്റെ വീട്ടിൽ നിന്നാൽ 2 ദിവസം കൂടുതൽ വീട്ടിൽ നിൽക്കും. പിന്നെ 2 ദിവസം അവിടെ പോയി നിൽക്കണം. ആരും അവനോടൊന്നും പറയേണ്ട കാര്യമില്ല. അവരൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഞാൻ ഒരിക്കലും അവൻ്റെ കാല് തൊടാനുള്ള യോഗ്യത പോലും ഇല്ലാന്ന് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഒരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെ ഉടമയാണ്. ഒരു നെഗറ്റീവായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. എനിക്ക് നെഗറ്റീവായിട്ട് ഇതിനെപ്പറ്റി ഇന്ന് വരെ എനിക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു നെഗറ്റീവായിട്ടൊരു കമൻറ്റ് നോ എന്ന് പറഞ്ഞാൽ നോയാവുള്ളൂ. അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. നമ്മളോട് ചോദിക്കാതെ ഒരു കാര്യത്തിനും ഒരു ശുശ്രൂഷിക്കാൻ പോയിട്ടില്ല. അമ്മ അനീഷാൻറ്റി പറഞ്ഞു ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ ചെയ്യേണ്ടതെന്ന് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ നമ്മൾ എസ് പറയാതെ ഒരിക്കലും അവൻ അനീഷാൻറ്റിയോട് അത് സമ്മതിക്കാറില്ലായിരുന്നു. അത്രയ്ക്കും ഒബീഡിയൻ്റ് ആയിരുന്നു. ഒരു വിശുദ്ധനാവുക എന്നത് ജീവിത ലക്ഷ്യത്തോടെ ജീവിച്ച ജോയൽ വിശുദ്ധരുടെ പുസ്തകങ്ങൾ അവൻ്റെ സന്തത സഹചാരിയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അവൻ്റെ റൂമിലൊക്കെ കയറി അവനെ വായിച്ചുകൊണ്ടിരുന്ന ബുക്കുകളൊക്കെ നോക്കിയത്. അപ്പോൾ ഞാൻ കണ്ട ബുക്കുകളുടെ പേര് സ്റ്റോറി ഓഫ് എ സോൾ, ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ഡയറി ഓഫ് ഫൗസ്റ്റീന, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, കാത്തലിക് ജെന്റിൽമാൻ തുടങ്ങി കുറേ വിശുദ്ധരുടെ പുസ്തകങ്ങൾ. ഇങ്ങനത്തെ പുസ്തകങ്ങൾ മാത്രമാണ് അവൻ വായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ അവന് ഡയറി എഴുതുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനിതൊന്നും നോക്കിയിട്ടില്ല. 4 ഡയറി ഉണ്ട്. അപ്പോൾ ഒരു ഡയറിയിലെ ഒരു വാക്ക് ഞാൻ വിശുദ്ധനാവാനുള്ള അവൻ്റെ ആഗ്രഹം, അവൻ്റെ സോളിന് കിട്ടിയിട്ടുള്ളൊരു ആഗ്രഹം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കും. ഇത് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ 3 മാസം നാട്ടിൽ വരുമ്പോൾ ഞാൻ കൊറോണ പോയി പിടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല കറക്റ്റ് ടൈമിൽ. അപ്പോൾ ആ സമയത്ത് അവൻ എഴുതിയതാണ്. People and leaders of this world many times seems to dictate how our lives go.
Today God is telling me to listen only to Him and not what the world says. Today I asked Jesus to heal my mom so that she would be COVID negative soon and be able to come back home I also prayed for me and Fia as she was supposed to come this weekend. I really miss her, but offer up this sacrifice and burden for the salvation of 50 souls and for my mom's safe return home. I also received an inspiration that in the future with our family we will do the evening liturgy of the hours and try to do family prayer sharp at 8 p.m. We will also do some spontaneous prayers as well as go to adoration once a month as a family. I hope that God blesses me, Fia, and our families to become saints. അപ്പോൾ അവൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അവൻ സെയിൻറ്റ് ആവണം എന്നുള്ളത്. ആത്മീയ ജീവിതം ഇത്ര വളർന്നെങ്കിലും ഞങ്ങൾ ജോലികൂട്ടൻ ഒരു ഭക്ഷണപ്രിയനായിരുന്നു. ഈ ചുരുങ്ങിയ കാലയളവിൽ അവൻ കയറാത്ത ഒരു ഹോട്ടലും ഈ ബൂസ്റ്റിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ ഇന്ന് ഇന്ത്യൻ ആണെങ്കിൽ നാളെ മെക്സിക്കനോ പിന്നെ ഫിലിപ്പിനോ വിയറ്റ്നാമിയ ചൈനീസ് അത് അവരുടെ ഫ്രണ്ട്സിന് ചോദിച്ചാൽ അറിയാം. എവിടെ വീട്ടിൽ എത്ര ഉണ്ടെങ്കിലും അവന് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വളരെ താല്പര്യമായിരുന്നു. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ മണം കേട്ടാൽ ചാടി അടുക്കളയിലോട്ട് വരും അമ്മ എന്നാ ഉണ്ടാക്കണേന്ന് ചോദിച്ചുകൊണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അവന് വളരെ താല്പര്യമായിരുന്നു. ജെറിനെയും ജോഷുവായെ സംബന്ധിച്ചിടത്തോളം ജോലിയായിരുന്നു അവരുടെ എല്ലാമായിരുന്നു. 2017 ഹാർവി ഞങ്ങളെ താങ്ങി നിർത്തിയത് ഞങ്ങളുടെ ജോലികൂട്ടനായിരുന്നു. പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന ജോയൽ. ഞങ്ങളുടെ ജോയൽ ഈ മദേഴ്സ് ഡേയിൽ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു പൂന്തോട്ടം ഒരുക്കുകയും അതിൻ്റെ മധ്യത്തിൽ ഒരു മാതാവിൻ്റെ സ്റ്റാച്യു പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അത് വീട്ടിൽ വന്നവരൊക്കെ കണ്ടിട്ട് കാണുമായിരിക്കും. അവന് പുറത്ത് വലിയൊരു പൂന്തോട്ടം വളരെ ഭംഗിയായിട്ട് അവൻ ഉണ്ടാക്കി. അതിൻ്റെ മധ്യത്തിൽ ഒരു മദർ മേരീനെ സ്റ്റാച്യു വെച്ചു. അവൻ ആദ്യം കൊണ്ടുവന്ന മദർ മേരി ഇച്ചിരി കറുത്തായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ എന്ത് മദർ മേരി എല്ലാം നല്ല വെളുത്ത് സുന്ദരിയായിട്ടിരിക്കണം, നീ എന്ത് കറുത്ത മദർ മേരിനെ കൊണ്ടുവച്ചേക്കണമെന്ന്. ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞാണെങ്കിൽ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ മദർ മേരിനെ കാണാനില്ല. മദർ മേരിനെ അവൻ തിരിച്ചു കൊടുത്തിട്ട് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നല്ല വെളുത്ത് സുന്ദരിയായ ഒരു മദർ മേരിനെ കൊണ്ടുവന്ന് അവൻ അവിടെ വെച്ചു. അതിന് സുഞ്ഞച്ചനെ കഴിഞ്ഞ ബ്ലസ് ചെയ്ത് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, അമ്മ അവിടെ ഇരുന്ന് പുറത്ത് ചെല്ലിക്കോളാൻ ഈ മരിക്കുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് പറഞ്ഞാണ്. ഓക്കെ, ആത്മീയ വളർച്ചയോടൊപ്പം അവൻ്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലും അവൻ ഉന്നത വിജയം കൈവരിച്ചിരുന്നു. ഇത്രയും വർഷത്തിനിടെ അവനോട് ഒരിക്കൽ പോലും പോയി പഠിക്കാൻ പറയേണ്ട വന്നിട്ടില്ല. അവനൊരു ട്യൂഷൻ കൊടുത്തിട്ടില്ല. അവൻ അതെല്ലാം കണ്ടറിഞ്ഞ് നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്കോട് കൂടിയാണ് അവൻ പാസ്സായത്. 21ാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൂസ്റ്റണിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ചെയ്ത ജോയൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി പല നല്ല ഓഫറുകൾ വന്നിരുന്നെങ്കിലും കുടുംബത്തോടെ ആയിരിക്കാൻ JP മോർഗൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി സ്വീകരിക്കുകയായിരുന്നു. ഈ കാലയളവിൽ തന്റെ ആത്മീയ ശുശ്രൂഷകൾക്കൊഴികെ അവൻ ഒരിക്കലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഈ ജോലിയോടൊപ്പം തന്നെ അവന് UT ഡാലസിലെ MBA സ്റ്റുഡൻറ്റുമായിരുന്നു. അവന് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്റർ മെയിനാണ് തുടങ്ങേണ്ട സമയമായിരുന്നു. ഞങ്ങളുടെ ജോഷുവാക്കുട്ടൻ ജനിച്ചത് മുതൽ അവിടെ ഇവിടെ ഉള്ളവർക്കോ എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അവർ എപ്പോഴും പറയുമായിരുന്നു, ചേച്ചിക്ക് എന്താ കുഴപ്പം, ഇങ്ങനെയാണെങ്കിൽ ഒരു കൊച്ചല്ല 9 കൊച്ചുങ്ങളുണ്ടായത് ഒരു കുഴപ്പമില്ല, ചേച്ചിക്കൊന്നും അറിയണ്ടല്ലോ എന്ന്. അത് വളരെ യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ പ്രസവിച്ചെന്ന് പറഞ്ഞ ഒരു കർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവരെല്ലാം 2 പേരെയും കംപ്ലീറ്റ് വളർത്തിയത് ജോയലാണ്. ഞങ്ങളുടെ ജോഷുവാക്കുട്ടൻ ജനിച്ചത് മുതൽ അവൻ്റെ അപ്പനും അമ്മയും സഹോദരനും കൂട്ടുകാരനും അധ്യാപകനും ആയിരുന്നു ജോയൽ. അടുത്ത വർഷം നടത്തേണ്ടിയിരുന്ന അവന് അക്കിൻ്റെ അടുത്ത ജോലിയിൽ നാട്ടിൽ പോയി കോഴിക്കമ്പനി നടത്താനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവൻ്റെ നിർബന്ധം മൂലം ഈ വർഷം നടത്തുകയും അത് ഏറ്റവും ഭംഗിയായി നടത്താൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ 1-2 മാസങ്ങളായി ജോയൽ അവൻ്റെ സകല മേഖലയിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഒത്തുകൂടാനും പ്രാർത്ഥിക്കാനും ഭക്ഷണം കഴിക്കാനും പൊട്ടിച്ചിരിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. അവന് ഒരു 2 ആഴ്ച മുമ്പ് ഒരു വീക്കെൻഡ് കംപ്ലീറ്റ് അവിടെയായിരുന്നു. അവർ സെക്യുവിൻ്റെ യൂത്ത് മിനിസ്ട്രിയുടെ ആനിഷാൻഡിയുടെ കൂടെ ടെനസിയിലായിരുന്നു. അപ്പോൾ എല്ലാ അമേരിക്കയിലായിരിക്കുന്ന എല്ലാ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് വളരെയധികം ചിരിച്ചും കളിച്ചും സന്തോഷിച്ചുമായിരുന്നു.
പിറ്റേ ആഴ്ച അവൻ ഫ്ലോറിഡയ്ക്ക് പോയി. അവിടെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ വന്ന് വളരെ സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. അതിൻ്റെ പിറ്റേ ആഴ്ചയായിരുന്നു ഹോളി കമ്മ്യൂണിയൻ. അതിന് ഞങ്ങളുടെ കസിൻസ് എല്ലാവരും വന്ന് പതിവിലും വിപരീതമായി അന്ന് രാത്രി 2-3 മണി വരെ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലായിട്ട് വർത്താനം പറഞ്ഞ് വളരെ സ്നേഹത്തോടെ പിരിഞ്ഞു. അതിനുശേഷം അവൻ്റെ ലാസ്റ്റ് യാത്ര പോയത് അവൻ്റെ കൂട്ടുകാരായിട്ട് 2 പേരും ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പം അവരുടെ ഗ്രാജുവേഷൻ പാർട്ടിന് അപ്പോൾ അവർ പുറത്ത് ജോലിക്ക് പോകും. അതിന് മുമ്പ് അമ്മ ഞാൻ അവരെയും കൊണ്ട് പോകാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഇത്ര ഡീപ്പായിട്ടുള്ളൊരു വാട്ടറിലാണ് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞങ്ങളെ ഈ ലേക്കിൽ ഇവൻ കഴിഞ്ഞ വർഷം ഞങ്ങളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ വെള്ളത്തിലിറങ്ങി ഞങ്ങൾ ഫാമിലി ആയിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ അവിടെ ആയിരിക്കും പോകുന്നത്. അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചുമില്ല. പക്ഷേ ഇവന് ഈ ബോട്ട് എടുത്ത് ഡീപ്പ് വാട്ടറിൽ പോകണം എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ ഇവനോട് പോവരുത് എന്ന് കട്ടായം പറഞ്ഞു പോവുകയില്ല എന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനത് പറഞ്ഞിട്ടുമില്ല. സാൻ ആന്റോണിയോയിലേക്ക് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും കന്യാൻ ഡേക്സിൽ ബോട്ട് യാത്രയും താമസവും ഇവൻ തന്നെ അറേഞ്ച് ചെയ്യുകയും ചെയ്തു. ഇവൻ്റെ പ്ലാന് അതിനുശേഷം ഞായറാഴ്ച തിരിച്ചു വന്ന് അവൻ പണിത പാറ്റിയോയും യാർഡിൻ്റെയും ഫ്രണ്ടിൽ വെച്ച് ഒരു ബാർബിക്യൂ പാർട്ടി പ്ലാൻ ചെയ്തിരുന്നു. അതിനുള്ള അവൻ ക്രമീകരണങ്ങളെല്ലാം അവൻ ചെയ്തിട്ടാണ് പോയത്. ബാർബിക്യൂ എന്നുള്ള എല്ലാം അവൻ മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. തിരിച്ചു വരുമ്പോൾ തൻ്റെ കൂട്ടുകാരെ സ്വീകരിക്കാൻ അവൻ രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും അടുക്കളയും എല്ലാം നല്ല വൃത്തിയാക്കി, ഒരു പെമ്പിള്ളേ വീട് ക്ലീൻ ചെയ്യുന്നേക്കാൾ സൂപ്പറായിട്ട് അവൻ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടതിന് ശേഷമാണ് അവൻ പോയത്. രാവിലെ 4:30 അവൻ എന്നെ വിളിച്ചു. ഞാൻ അന്നേരം എഴുന്നേറ്റായിരുന്നു. അമ്മ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചു. അമ്മ ഞാൻ പോവാം, എന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനാമുറിയിൽ പോയി. അവൻ എവിടെ പോകുന്നതിന് മുമ്പും നമ്മുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. പ്ലസ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പം തലയിൽ കൈ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും, സംരക്ഷണ പ്രാർത്ഥന ചെല്ലും. പുറപ്പാട് 23:20 ചൊല്ലി പ്രാർത്ഥിക്കും. സെൻറ്റ് മൈക്കിളിൻ്റെ പ്രയർ ചെല്ലും. അതിനുശേഷം ഹോളി വാട്ടർ കൊണ്ട് നെറ്റി കുരിശ് വെച്ച് ബ്ലസ് ചെയ്തിട്ടാണ് അത് പോയത്. അന്നും അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഒരുക്കിയാണ് വിട്ടത്. ഞാൻ പിന്നെ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. സങ്കീർത്തനം 27:4. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാനും തന്നെ. ഞാൻ പറയുന്നത്, എൻ്റെ ഈശോയെ ഏതെങ്കിലും സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ഈശോയിൽ നിന്ന് അകലാൻ വന്നിട്ടുണ്ടെങ്കിൽ വരുവാണെങ്കിൽ ആ സമയം അവരുടെ ജീവൻ എടുത്തോ, ജീവിക്കുന്നിടത്തോളം ഈശോയോട് ചേർന്ന് മാത്രം ജീവിക്കുക. അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അത് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇവന് സാൻ ആന്റോണിയോയ്ക്ക് പോയി. അന്ന് രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഡാലസിൽ എൻ്റെ ഒരു കസിൻ്റെ ഗ്രാജുവേഷന് വേണ്ടി പോവുകയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ ജോലിൻ്റെ മിസ്സിങ് എന്നുള്ള വാർത്ത ഞങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതിപ്പം നമ്മൾ മനുഷ്യനല്ല, മാനുഷികമായ രീതി പെട്ടെന്ന് കേട്ടപ്പം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ സാൻ ആന്റോണിയോയിൽ എൻ്റെ കസിൻ്റെ മോന് അന്നേരം തന്നെ ഫ്ലൈറ്റ് എടുത്ത് അവനും ബെനോൻ വളരെ നന്ദിയോടെ ഓർക്കുന്നവൻ അന്നേരം തന്നെ ഞങ്ങളുടെ കൂടെ ആ സെക്കൻഡിലെ ടിക്കറ്റ് എടുത്ത് ആ സെക്കൻഡിൽ തന്നെ ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങിയത് ടിക്കറ്റ് എടുത്ത് അവൻ ഞങ്ങളെയും കൊണ്ട് സാൻ ആന്റോണിയോയിൽ വന്നു. 2 ദിവസം ഇവിടെ താമസിച്ചു. വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് അവൻ്റെ സ്നേഹം. തൻ്റെ അപകടത്തിൽപ്പെട്ട അതിനുശേഷം ഞങ്ങൾ അപകടത്തിൽപ്പെട്ട തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ജോലി വീട്ടിൽ മിസ്സിങ് ആയിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ അറിയുന്നത്. ആ വാർത്ത മാനസികമായ രീതിയിൽ ഞങ്ങളെ തളർത്തിയെങ്കിലും സ്നേഹിതന് വേണ്ടി ജീവൻ പിടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ് ഈശോയുടെ വാക്കുകൾ ഞങ്ങൾക്ക് സാന്ത്വനവും കരുത്തുമേകി. അവന് മിസ്സിങ് ആയ സമയം മുതൽ ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഞങ്ങൾ കരുത്തായി നിന്നിരുന്നത്. ഈ 4 ദിവസം വെള്ളത്തിലായിരുന്ന കുഞ്ഞിനെ 100 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞങ്ങൾ ഈശോയുടെ മുമ്പിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കിട്ടുമോ, കിട്ടിയാൽ തന്നെ എങ്ങനെയായിരിക്കും എന്നിങ്ങനെയുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്നപ്പോഴും ജെറമിയ 29:11 ഇന്നലെ പലരും പറഞ്ഞാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ വചനം ഞങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും നൽകി. ഞാൻ 4ാമത്തെ ദിവസം ആയപ്പോഴും കുഞ്ഞിനെ കിട്ടാണ്ട് വന്നപ്പം നമുക്കറിയാം, മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ 4 ദിവസം ഉപ്പുവെള്ളത്തിലുള്ള സാധാരണ വെള്ളത്തിലാണ് കുഞ്ഞ് കിടക്കുന്നത്. ഏതവസ്ഥയിലായിരിക്കും, കാണാൻ പറ്റുന്ന അവസ്ഥയിലാണോ? ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് നിനക്ക് മരിച്ചപ്പോഴാണെങ്കിലും കിട്ടിയല്ലോ, എനിക്ക് അതുപോലും അതിനുള്ള യോഗ്യത പോലും ഇല്ലെന്ന്.
ചോദിച്ചാൽ അദ്ദേഹം പൊട്ടി. ഞാൻ ഒരു കൊന്തയെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നിന്നെ കിട്ടുന്നുണ്ട്, ഇന്ന് ഇവനെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് എൻ്റെ 5ാമത്തെ രഹസ്യം തെറ്റിക്കൊണ്ടിരുന്നപ്പോൾ സ്വന്തം മോൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ജിക്സി ഷീനായും കൂടെ വന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് എന്നെ വിറച്ചിട്ട് അവരെന്നെ എടുത്താണ് വണ്ടിയെ കയറ്റിയത്. പക്ഷേ എനിക്ക് എവിടുന്നോ വലിയൊരു ശക്തി കിട്ടി. 4ാം ദിവസം ജോലിനെ കണ്ടെത്തി ഇവർ അറിയിക്കുന്നപ്പോൾ അവനെ കാണുവാനെ ഹൃദയം പൊട്ടിയാണ് പോയതെങ്കിലും വളരെ കംഫർട്ടബിളായി ഒരു യാതൊരു കുഴപ്പവും കൂടാതെ കുഞ്ഞ് അവിടെ കിടക്കുന്നത്, അവരുടെ വണ്ടിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഉറങ്ങി കിടക്കുന്നതായിട്ട് തോന്നുന്നു. ഇതിലൊക്കെ ഒത്തിരി വളരെ ഒരു നാച്ചുറലായിട്ടാണ് തോന്നിയിരുന്നത്. വളരെ വളരെ കംഫർട്ടബിളായി ഉറങ്ങി കിടക്കുന്ന ജോലിനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അത് ഞങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകി. അവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഐ ഫീൽ സോ കംഫർട്ടബിൾ. ഞാൻ പറഞ്ഞു എനിക്ക് അത് ഞങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകി. അവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് ആ ഓഫീസേഴ്സ് 4 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ആരാണെന്ന് എനിക്കറിയില്ല. ആ ഓഫീസേഴ്സ് മുമ്പ് വെച്ച് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും അവരോട് ഞാൻ തിരിച്ചു ചെന്ന് നന്ദി പറഞ്ഞു. കൊച്ചിനെ കണ്ടുപിടിച്ച് തന്നതിന് അവർക്ക് ഒത്തിരി നന്ദി പറയും. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് എനിക്ക് അവരോട് പറയുവാനും, എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞ് ഇന്ന് ഈശോയുടെ അടുക്കലുണ്ട്, നമ്മൾ എല്ലാവരും ഈശോയുടെ മക്കളാണ്, നമ്മളെല്ലാ ദിവസം പോകേണ്ടതാണ് എന്ന ഒരു സത്യം എനിക്ക് അവിടെ വെച്ച് അവരുടെ മുമ്പിൽ വെച്ച് അവരോട് പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടി. അതിനൊക്കെ ധൈര്യം തന്നത് എനിക്കറിയാം. ഞാൻ അറിയാത്തതും എനിക്കറിയാം ധാരാളം മക്കൾ ലോകമെമ്പാടും ഇരുന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ബലം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാനും ഇത് പറയാനുമുള്ള കൃപ കിട്ടുന്നത്. ജോലിയോട്ടൻ മരണം വഴി ഞങ്ങളിൽ വേർപെട്ടു പോയെങ്കിലും അവൻ്റെ ആത്മീയ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരുടെയും കൂടെയുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ജോയലിൻ്റെ ജീവിതം മാത്രമേ നമുക്ക് എല്ലാവർക്കും പ്രത്യേക ജീവിതജനങ്ങൾക്ക് ഒരു മാതൃകയും പ്രചോദനവും ആവട്ടെ. അങ്ങനെ അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന് ഒരു കൂട്ടുകാരന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടിയാണ് അവൻ്റെ സ്വന്തം ജീവൻ കൊടുത്തത്. അവനെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, എന്നെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, നമ്മൾ ആരെപ്പറ്റിയെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ എടുത്ത് ചാടുകയില്ലായിരുന്നു. പക്ഷെ അവൻ്റെ സ്നേഹം ഞാൻ ഓർക്കുമായിരുന്നു. ഇവൻ്റെ പേര് പറഞ്ഞാണ് ബാക്കി 6 പേരൻസും ഇവൻ്റെ കൂടെ അവരെ വിട്ടത്. ഇവന് പകരം വേറൊരു ആത്മാവ് പോയിരുന്നതെങ്കിൽ ഒരിക്കലും അവനത് താങ്ങാൻ പറ്റുകയില്ലായിരുന്നു. അപ്പോൾ അവനാണ് ഏറ്റവും യോജിച്ച വ്യക്തി ഈശോ ആ സമയം കൊടുക്കേണ്ടിയിരുന്നത്. ഞാനത് നന്ദി പറയുന്നു. ഈശോ തന്നു, ഈശോ എടുത്തു, ഈശോയുടെ നാമം മാറ്റപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം ഈ ലോക ജീവിതം വിടുന്ന അല്ലെങ്കിൽ നാളെ പോകും. എനിക്ക് നേരത്തെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മരണത്തോടൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പേടിയൊക്കെ കംപ്ലീറ്റ് മാറി. അപ്പം അവനെ അടക്കുന്ന സിമെട്രിയുടെ അടുത്തും വലത്ത് ഞങ്ങൾക്ക് സ്ഥലം എടുത്തിട്ടുണ്ട്. ഐ എം റെഡി ടു ലീവ് അറ്റ് എനി ടൈം, ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ കോൾ. ആ പേടി മാറി. കുഞ്ഞിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് കുഞ്ഞ് തന്നെയാണല്ലോ കിടക്കണേ. അത് കാരണം എപ്പം വിളിച്ചാലും പോകാൻ റെഡി ആയിട്ടിരിക്കുക. ഇവനെ സംബന്ധിച്ച് പിന്നെ പറഞ്ഞാൽ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇന്ന് വരെ ഇവനെപ്പറ്റി പറയേണ്ടി വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇവൻ ആരുടെയും കുറ്റം പറയാലായിരുന്നു. ആ ഒരു കുശുമ്പെന്ന് പറഞ്ഞ സാധനം ഇവനില്ല. എനിക്കിപ്പോഴും കുശുമ്പുണ്ട്, അസൂയുണ്ട്, അഹങ്കാരമുണ്ട്. പക്ഷെ ഇവൻ ഒരിക്കലും അത് അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അവനെ കുശുമ്പില്ലായിരുന്നു. വളരെ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. മറ്റുള്ളവരെ വളർത്തണം, മറ്റുള്ളവർ വളരണം, എല്ലാം ബിഹൈൻഡ് ദ കർട്ടൻ ആയിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ലഞ്ച് ഒക്കെ എപ്പോഴും റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് അമ്മയുടെ ലഞ്ച് ഇത്, അപ്പാടെ ലഞ്ച് ഇത് എന്ന് പറയും. ഇവന് ഞായറാഴ്ച അമ്മ വരുമ്പോഴത്തേനും അമ്മയ്ക്കുള്ള ലഞ്ച്, തിങ്കളാഴ്ചക്ക് ജോലിയായിരുന്നു. അപ്പം അമ്മയ്ക്കുള്ള ലഞ്ച് ഏത് പാത്രത്തിൽ എടുത്തു വെക്കേണ്ടത്, അമ്മയ്ക്ക് ബാർബിക്യൂ എത്ര എണ്ണം വെക്കണം എന്ന് വരെ ചോദിച്ച് പാത്രം എടുത്തു വെച്ചിട്ടാണ് അവൻ പോയിരുന്നത്. അതുകൊണ്ട് രാവിലെ ജോലിയാണെങ്കിൽ അവൻ ഓൾവേസ് മേക്ക് ഷുവർ എൻ്റെ വണ്ടിക്ക് ഗ്യാസ് ഉണ്ട്, ഞാൻ വണ്ടി എടുക്കണമെങ്കിൽ അത് ഏറ്റവും ഫ്രണ്ടിലാണ്, റിവേഴ്സ് കിട്ടാൻ ഞാൻ നല്ല ഡ്രൈവറായിരുന്നു. അവൻ അതൊക്കെ കറക്റ്റായിട്ട് റിവേഴ്സ് ഒന്നും എടുക്കാൻ നേരെ ഡ്രൈവേയിൽ കൊണ്ടിട്ടിട്ട് ഞാൻ വന്ന് ജസ്റ്റ് അങ്ങ് കയറി പോയത്. അത്രയ്ക്കും ഒരുക്കി വെച്ചിരുന്നു. പിള്ളേരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒന്നും അറിയണ്ടായിരുന്നു എനിക്ക്. എല്ലാം വീട്ടിൽ അവൻ ടച്ച് ചെയ്യാത്തതും അവൻ വാങ്ങിക്കാത്തതുമായ ഒരു സാധനങ്ങളും ഞങ്ങളുടെ വീട്ടിലില്ല. ഷോപ്പിംഗ് പോണെങ്കിൽ അവൻ കുക്ക് ചെയ്യുമായിരുന്നു. പിള്ളേർക്കുള്ള ഫുഡെല്ലാം അവൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. കുക്ക് ചെയ്യാനാണെങ്കിലും നല്ലപോലെ പിള്ളേർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അമേരിക്കൻ ഫുഡ് ഞങ്ങൾക്കും ഉണ്ടാക്കി തരുമായിരുന്നു.
ഷോപ്പിങ്, അടുക്കളയിലോട്ടുള്ള അവൻ്റെ സാധനങ്ങളെല്ലാം, അടുക്കളയിലുള്ള സാധനങ്ങൾ വരെ അവൻ ഷോപ്പിങ്ങിന് പോകുന്നതിന് ഫ്രിഡ്ജ് തുറന്ന് സ്റ്റോർ റൂം തുറന്ന് നോക്കുക എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ലിസ്റ്റ് ഉണ്ടാക്കി പോയി അടുക്കളയിലോട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വെക്കുമായിരുന്നു. ഒരു ഇത്രയും ശുശ്രൂഷകൾക്കും ഇത്രയും അധികം പോയിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് വരെ അവൻ ആരുടെയും കുറ്റം, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പറ്റി പറഞ്ഞിട്ടില്ല. ഒരു വൈദികരെ പറ്റിയോ ഒരു ശുശ്രൂഷകരെ പറ്റിയോ ഒരു കൂട്ടുകാരെ പറ്റിയോ ഒന്നും. അവൻ എല്ലാവരെയും ഒരേ രീതിയിൽ കാണാനും ഒരേ രീതിയിൽ സ്നേഹിക്കാനും അവന് സാധിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവനൊരു അവൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനെയാണെങ്കിൽ പിറ്റേഴ്സ് അവൻ്റെ കോളേജ് മേറ്റ്സിനെ, പിന്നെ അവൻ്റെ അടുത്തുള്ള അവൻ്റെ കൂടെ പഠിച്ച പിള്ളേരെ, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരെ, പിന്നെ പിറ്റേ ദിവസം അവൻ്റെ സ്പിരിച്വൽ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഒരേ രീതിയിൽ കാണാനും ഒരേ രീതിയിൽ സ്നേഹിക്കാനും അവന് പറ്റിയിരുന്നു. ഇന്നലെ അനീഷാൻറ്റി പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഓർക്കുക, ഞാനോർത്ത് അവൻ എന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. അപ്പം പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞു. അപ്പം അവൻ ഒരുപോലെ എല്ലാവരും ഇപ്പോൾ അത് മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യാൻ, ഇപ്പം നമ്മളൊരു നല്ല സാരി കൊടുത്താലും നല്ല ഡ്രസ്സ് ഇട്ടാൽ വരണമെങ്കിൽ അവൻ പറയും, ഓ ആൻറ്റി യു സോ പ്രിറ്റി, യു ദിസ് റിയലി മാർക്സ് യു. അതുപോലെ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും, ഞാൻ വീട്ടിൽ എന്നെ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവനോട് ചോദിക്കണം ഉപ്പ് മതിയോ പുളി മതിയോ, അവനത് നോക്കിയിട്ട് അവൻ കറക്റ്റായിട്ട് പറയും ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നതാ ഇത് അമ്മ ഉണ്ടാക്കിയത് ശരിയായില്ല. കറക്റ്റ് അത് നേരെ സ്ട്രേറ്റ് ഫോർവേഡ് അവൻ പറയും ഇത് ശരിയായില്ല, ഇച്ചിരി കൊണ്ട് ശരിയാവാനുണ്ടെന്ന്. എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന സർലാസായിരുന്നു അവന് ഏറ്റവും ഇഷ്ടം, ഇറച്ചിക്കറിയും മീൻകറിയും. അപ്പോൾ അവൻ എന്നോട് പറയാം, നിരിശാലത്തെ അമ്മ ഉണ്ടാക്കുന്ന ഇറച്ചിക്കറിയും മീൻകറിയും അമ്മ ഉണ്ടാക്കാൻ അമ്മ നിരിശാല വീട്ടിൽ പോയി നിൽക്കും പറഞ്ഞിട്ട് വരണമെന്ന്. അതുപോലെ കുടലമ്മയുടെ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറാണ് അവന് ഏറ്റവും ഇഷ്ടം. അത് അമ്മച്ചോട് എന്നും പറയും എനിക്ക് മാങ്ങാച്ചാറും നല്ല എരിവുള്ള മാങ്ങാച്ചാറ്. അവന് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല, കാരണം അവനെല്ലാം ഉണ്ടാക്കി നമുക്ക് തരും. പിന്നെ അവന് ആകപ്പാട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവൻ്റെ ചായ രാവിലെ എന്ന് എഴുന്നേൽക്കുമ്പോൾ അവനൊരു വലിയ ഗ്ലാസ്സിനകത്ത് നിറച്ച് ചായ കുടിക്കും. അത് ഇഞ്ചി ഏലക്കായി ചതച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ കടുപ്പത്തിൽ നല്ലപോലെ പാത ഉണ്ടാക്കി കൊടുത്താലേ അവൻ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് മാത്രം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാ ദിവസവും രാവിലെ അവൻ ഉണ്ടാക്കി കൊടുക്കും. അത് അവൻ ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യും. അവൻ ഭക്ഷണമൊക്കെ വളരെ എൻജോയ് ചെയ്താണ് കഴിക്കുന്നത്. ഒരിക്കലും അവനത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, നമ്മൾ അത് തിരിച്ച് അവരോട് പറയുന്നത് ഫുഡ് നല്ലതായിരുന്നു, അത് എവിടെയാണെങ്കിലും അതെ അങ്ങനെയാണ്. പക്ഷെ അവന് ഒരിക്കലും ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്നത് കാണിച്ചു, ഞാൻ ഇന്നത് പ്രവർത്തിച്ചു എന്ന് ഒരിക്കലും he never wanted to be recognized, he never wanted to be praised, but he does everything. I have nothing to say any negative feedback about him. I don't think that anybody can say any negative feedback about him. He was such a blessed child. I don't deserve him to be as his mom. ഞാൻ ഒരു ബയോളജിക്കൽ മദർ എന്നതിൽ കവിഞ്ഞ അവന് സ്പിരിച്വൽ മദേഴ്സ് ഒത്തിരി പേര് ഇവിടെ എല്ലാ ലോകത്തിന് പല ഭാഗങ്ങളിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. 22 വയസ്സുകൊണ്ട് അവൻ ഒരായുസ്സും ഒരു ജീവിതവും മുഴുവൻ ചെയ്തു തീർക്കേണ്ടത് അവൻ 22 വയസ്സുകൊണ്ട് ചെയ്തു തീർത്തു. അവന് സ്വർഗസമ്മാനത്തിനായി പോകുന്നു. ഇന്നലെ നാളെ നമ്മൾ ഈ പെട്ടിയിൽ കിടക്കേണ്ടതാണ്. ജസ്റ്റ് we don't know when. Maybe years, maybe days, maybe hours, maybe minutes, we don't know. So we have to be ready to follow him. That's all. എനിക്ക് അവനെ പറ്റി അത് മാത്രം എത്രയൊക്കെ പറഞ്ഞു. നീ പറയാൻ തുടങ്ങി ഒത്തിരി ഉണ്ട്. തമ്പുരാൻ തന്നു, തമ്പുരാൻ എടുത്തു, തമ്പുരാൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു. അവന് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ അതല്ലായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ മുമ്പിൽ നമ്മൾ ആമേൻ പറയുക. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അവൻ അതിന് ആമേൻ പറഞ്ഞു, ഞങ്ങളും ആമേൻ പറയുന്നു. എല്ലാവർക്കും അവന് നമ്മൾ ആരും കാര്യമായിട്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് അവനെ പറഞ്ഞു വിടാം. കാരണം നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ വേണ്ടി അവൻ പോയിരിക്കുകയാണ്. അവൻ്റെ ജോലി, ദൈവം ഏൽപ്പിച്ചിരുന്ന ജോലി അവൻ വളരെ ഭംഗിയായി ചെയ്തു. അവൻ്റെ മുമ്പിൽ ഞാൻ കൈകൂപ്പാണ്. പലപ്പോഴും ഞാനൊരു മനസ്സിൽ കൈകൂപ്പിയിട്ടുണ്ട് പലതവണ. ഇവൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞു ഇവനെന്താ ഇത്ര വിശുദ്ധനായി ജീവിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ജോ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ പേടിയാവുമോ എന്ന്. ഇവൻ്റെ ജീവിതം അത്രയും we can't even imagine leading a life the way he was doing at home. That's all. Let's hope to see him soon in heaven. But he will be with us all the time. Thank you.